+1 revision series 8. Write the axis of the parabola, coordinate of the focus, equation of the directrix and length of latus rectum in each of the following cases. First one, y square is equal to 12x. Y square is equal to 12x എന്ന് പറയുന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax ആണ്. ഇതിൻ്റെ ഒരു റഫ് ഫിഗർ നമുക്ക് വരയ്ക്കാം. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x എന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax ആണ്. ഇതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. വൈയുടെ പവർ 2 ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിസിന് സിമെട്രിക് ആണ്. അതായത് എക്സ് ആക്സിസിൻ്റെ രണ്ട് സൈഡിലായിട്ടുമായിരിക്കും ഈ പരാബോള വരുന്നത്. പിന്നെ കോയഫിഷ്യൻ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ദെർഫോർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12x എന്ന് പറയുന്ന പരാബോളയുടെ സ്ട്രക്ചർ ഇതായിരിക്കും. വൈ സ്ക്വയർ എന്നതുകൊണ്ട് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. പോസിറ്റീവ് കോയഫിഷ്യൻ്റ് ആയതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തായിരിക്കും ഫോക്കസ് വരിക, പുറത്ത് ആയിരിക്കും ഡയറക്ട്രിക്സ് വരിക. അപ്പോൾ ഡയറക്ട്രിക്സ് ഇവിടെ വരും. ആക്സിസ് ഓഫ് ദിസ് പരാബോള ഈസ് എക്സ് ആക്സിസ്. ക്ലിയർ ആണ്. ഈ പരാബോള എക്സ് ആക്സിസ് ആണ് ആക്സായിട്ട് എടുത്തിരിക്കുന്നത്. Now 4a is equal to 12. A is equal to 12 by 4, that is 3. Now focus എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലാണ്. ഫോക്കസ് ലൈ ചെയ്യുന്നത് എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് സൈഡിലാണ്. ദെർഫോർ A0. ഫോക്കസ് എക്സ് ആക്സിലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്. പോസിറ്റീവ് സൈഡിലായതുകൊണ്ട് പോസിറ്റീവ് എന്ന് വരും. ദെർഫോർ 3 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഈസ് ഡയറക്ട്രിക്സ് എക്സ് ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈഡിലായതുകൊണ്ട് -a. That is x is equal to -3. And length of latus rectum is 4a. And 4a is equal to 12. അല്ല എങ്കിൽ 4 into 3 12. X square is equal to 6y. സെക്കൻഡ് പ്രോബ്ലം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6y. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay ആണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. നമുക്കിതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. എക്സ് സ്ക്വയർ എന്ന് വന്നത് കാരണം ഈ പരാബോള വൈ ആക്സിസിലായിരിക്കും വരുന്നത്. പോസിറ്റീവ് കോയഫിഷ്യൻ്റ് ആയതുകൊണ്ട് വൈ ആക്സിസിന് മുകളിലോട്ടായിരിക്കും വരിക. വൈ ആക്സിസിന് മുകളിലോട്ടാണ് പോസിറ്റീവ് വരിക. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് വന്നത് കാരണം വൈ ആക്സിസിന് മുകളിലോട്ടായിരിക്കും ഈ പരാബോള വരുന്നത്. കാരണം ഇത് പോസിറ്റീവുമാണ്. നൗ 4a is equal to 6. 4ay is same as 6y. Therefore 4a is equal to 6. A is equal to 6 by 4, that is 3 divided by 2. Clearly the axis is y axis. ഫോക്കസ് വരുന്നത് പരാബോളയ്ക്കകത്താണ്, അതായത് വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലാണ്. ദെർഫോർ എക്സ് കോർഡിനേറ്റ് ഈസ് 0. വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലായതുകൊണ്ട് പോസിറ്റീവ് a, ദാറ്റ് ഈസ് 0 3 by 2. ഡയറക്ട്രിക്സ് പരാബോളയുടെ പുറത്താണ് വരുന്നത്. ഡയറക്ട്രിക്സ് കട്ട്സ് ദ വൈ ആക്സിസ് ഇൻ ദ നെഗറ്റീവ് സൈഡ്. ദെർഫോർ വൈ ഈസ് ഈക്വൽ ടു -a. ഡയറക്ട്രിക്സ് വൈ ആക്സിനെ നെഗറ്റീവ് സൈഡിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് y ഈസ് ഈക്വൽ ടു -a. ദറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു -3 by 2. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ഈസ് 4a. ദറ്റ് ഈസ് ഈക്വൽ ടു 6. y square is equal to -10x.
വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 10x. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4ax ആണ്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 10xൻ്റെ സ്റ്റാൻഡേർഡ് ഫോം വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4ax. Therefore 4a is 10. a is equal to 10/4 5/2. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 4aയും എയും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് വന്നാൽ സ്റ്റാൻഡേർഡ് ഫോമിൽ നെഗറ്റീവ് വരും, അത് ക്യാൻസൽ ആവും. 4a is equal to 10, therefore a is equal to 5/2. 4aയോ എയോ ഒരിക്കലും നെഗറ്റീവ് ആകില്ല. നമുക്കിതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. വൈയുടെ പവർ 2 ആയതുകൊണ്ട് ഈ പരാബോള എക്സ് ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. കോയഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലായിരിക്കും ഈ പരാബോള വരിക. ശ്രദ്ധിക്കുക, വൈയുടെ പവർ 2 ആയതുകൊണ്ട് എക്സ് ആക്സിസിലായിരിക്കും ഈ പരാബോള വരിക. നെഗറ്റീവ് കോയഫിഷ്യൻ്റ് വന്നതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലായിരിക്കും പരാബോള വരിക. ഓക്കെ, ക്ലിയർലി ആക്സിസ് ഓഫ് ദിസ് പരാബോള ഈസ് എക്സ് ആക്സിസ്. ഫോക്കസ് പരാബോളയ്ക്കകത്താണ്, അതായത് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലാണ്. ദപ്പോൾ എക്സ് കോർഡിനേറ്റ് ഈസ് നെഗറ്റീവ് എ, വൈ കോർഡിനേറ്റ് ഈസ് 0. ഫോക്കസിൽ എപ്പോഴും എ ആണ് വരിക. അത് നെഗറ്റീവ് സൈഡാണോ പോസിറ്റീവ് സൈഡാണോ നോക്കി +a -a, അത് എക്സ് കോർഡിനേറ്റിൻ്റെ സ്ഥാനത്ത് എഴുതണോ വൈ കോർഡിനേറ്റിൻ്റെ സ്ഥാനത്ത് എഴുതണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം. ഇവിടെ ഫോക്കസ് നെഗറ്റീവ് സൈഡ് ഓഫ് ദ എക്സ് ആക്സിസ് ആയതുകൊണ്ട് നെഗറ്റീവ് എ എക്സ് കോർഡിനേറ്റ് ആയി, വൈ കോർഡിനേറ്റ് ഈസ് 0. ദെർഫോർ -5/2 0. ഡയറക്ട്രിക്സ് പരാബോളയ്ക്ക് പുറത്താണ് വരുന്നത്. ഡയറക്ട്രിക്സ് ഇവിടെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു. ദെർഫോർ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് സൈഡ് ഓഫ് ദ എക്സ് ആക്സിസ് ആയതുകൊണ്ട് പോസിറ്റീവ് എ, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 5/2. ഡയറക്ട്രിക്സ് പോസിറ്റീവ് സൈഡ് ഓഫ് ദ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നതിനാൽ എക്സ് ഈസ് ഈക്വൽ ടു എ എന്നായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് 4a, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. x square is equal to -8y. x square is equal to -8y. Standard form of this parabola is x square is equal to -4ay. Therefore 4a is equal to 8, a is equal to 2. x square is equal to -8y എന്ന് പറയുന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം x square is equal to -4ay ആണ്. Therefore 4a is equal to 8, a is equal to 2. ഓർക്കേണ്ട കാര്യം 4a എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ഒരു റഫ് ഫിഗർ നമുക്ക് വരയ്ക്കാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോള വൈ ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. എക്സിൻ്റെ പവർ 2 ആണെങ്കിൽ വൈ ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. കോയഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡ് ഓഫ് ദ വൈ ആക്സിസ് ആയിരിക്കും പരാബോള വരുന്നത്. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പരാബോള വൈ ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. ഇവിടുത്തെ കോയഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും പരാബോള വരിക. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ഈ പരാബോളയ്ക്കകത്തും ഡയറക്ട്രിക്സ് വെളിയിലുമായിരിക്കും വരിക. ഓക്കെ, ആക്സിസ് ഓഫ് ദ പരാബോള ഈസ് വൈ ആക്സിസ്. ഫോക്കസ് നെഗറ്റീവ് സൈഡ് ഓഫ് ദ വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് -a യുമാണ് വരുന്നത്. വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0, നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് -a, ദാറ്റ് ഈസ് 0 -2. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് വൈ ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. ദെർഫോർ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഈസ് y ഈസ് ഈക്വൽ ടു പോസിറ്റീവ് സൈഡിനെ കട്ട് ചെയ്യുന്ന കാരണം y ഈസ് ഈക്വൽ ടു a, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 2. And length of the latus rectum is 4a, that is equal to 8. Find the equation of the following parabolas. Focus 6 0, directrix x is equal to -6. We have to find the equation of the parabola with focus 6 0 and directrix x is equal to -6. നമുക്ക് ഈ പരാബോളയുടെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഫോക്കസ് 6 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണെന്ന് ക്ലിയർ ആണ്. വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഫോക്കസ് എക്സ് ആക്സിസിലാണ്. കൂടാതെ 6 പോസിറ്റീവ് ആയതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലാണ് ഫോക്കസ് വരിക. എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിൽ
ഫോക്കസ് വന്നാൽ ആ പരാബോളയുടെ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഇതായിരിക്കും. കാരണം ഫോക്കസിനെ കവർ ചെയ്തുകൊണ്ടാണ് പരാബോള പോവുക. ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദിസ് പരാബോള ഈസ് y square is equal to 4ax. എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയുടെ സ്റ്റാർട്ടിങ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നായിരിക്കും. പോസിറ്റീവ് സൈഡ് ആയതുകൊണ്ട് 4ax, പോസിറ്റീവ് 4ax എന്ന് വന്നു. നൗ വി നോ ദാറ്റ് ഫോക്കസ് ഈസ് A0, ദാറ്റ് ഈസ് 60. ദെർഫോർ A ഈസ് ഈക്വൽ ടു 6. ഫോക്കസിൽ നിന്നും ഡയറക്ട്രിക്സിൽ നിന്നും കിട്ടുന്ന നമ്പർ എപ്പോഴും എ ആയിരിക്കും, എ പോസിറ്റീവും ആയിരിക്കും. ദെർഫോർ ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 into 6 into x, that is y square is equal to 24x. Vertex 0 0, focus 0 2. വെർട്ടെക്സ് 0 0, ഫോക്കസ് 0 2. ഈ പരാബോളയുടെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതിൻ്റെ ഫോക്കസ് 0 2 വൈ ആക്സിസിലാണ്, കൂടാതെ വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലുമാണ്. എക്സ് 0 ആയതുകൊണ്ട് വൈ ആക്സിസിലാണ്, +2 പോസിറ്റീവ് സൈഡിലാണ്. ഈ ഫോക്കസിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും പരാബോള വരുന്നത്. ദെർഫോർ ദ സ്ട്രക്ചർ ഓഫ് ദ പരാബോള ഈസ് ലൈക്ക് ദിസ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദിസ് പരാബോള ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നായിരിക്കും. പരാബോള പോസിറ്റീവ് സൈഡിൽ കിടക്കുന്നതിനാൽ +4ay ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ഫോക്കസ് ഈസ് 0a is equal to 0 2. ഫോക്കസിൽ നിന്ന് എപ്പോഴും a ആയിരിക്കും കിട്ടുക. ഇംപ്ലൈസ് a is equal to 2. തന്നിരിക്കുന്ന ഫോക്കസിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഫോക്കസ് എടുക്കണം, 0a. therefore a is equal to 2. x square is equal to 4 into 2 into y, that is x square is equal to 8y. Vertex 0 0, focus -2 0. Vertex 0 0, focus -2 0. ഈ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതിൻ്റെ ഫോക്കസ് വരുന്നത് നെഗറ്റീവ് സൈഡ് ഓഫ് ദ എക്സ് ആക്സിസ് ആണ്. വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിസിലായിരിക്കും, കൂടാതെ -2 എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലായിരിക്കും വരുന്നത്. ഫോക്കസിനെ കവർ ചെയ്ത് പരാബോള വരയ്ക്കുക. ഇതാണ് തന്നിരിക്കുന്ന പരാബോളയുടെ സ്ട്രക്ചർ. ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദിസ് പരാബോള ഈസ്, ശ്രദ്ധിക്കുക, ഈ പരാബോള എക്സ് ആക്സിസിന് സിമെട്രിക് ആയതുകൊണ്ട് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് വരും. നെഗറ്റീവ് സൈഡിലോട്ട് പരാബോള കിടക്കുന്നതിനാൽ -4ax എന്ന് കിട്ടും. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax. ആൻഡ് വി നോ ദാറ്റ് ഫോക്കസ് ഈസ് -a0 ഈസ് -2 0. therefore -a is -2, a is 2. അല്ല എങ്കിൽ ഫോക്കസിൽ നിന്ന് കിട്ടുന്ന നമ്പർ എ എന്നെടുത്താൽ മതി. എ ഈസ് ഓൾവേസ് പോസിറ്റീവ്. therefore y square is equal to -4 into 2 into x, that is y square is equal to -8x. Focus 0 -1, directrix y is equal to 1. ഫോക്കസ് 0 -1, ഡയറക്ട്രിക്സ് y is equal to 1. ഈ പരാബോളയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പരാബോളയുടെ ഫോക്കസ് 0 -1 കിടക്കുന്നത് y ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് പോയിൻ്റ് y ആക്സിസിൽ വരും. y കോർഡിനേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് y ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ വരും. അതുകൊണ്ട് പരാബോളയുടെ സ്ട്രക്ചർ നെഗറ്റീവ് സൈഡ് ഓഫ് ദ y ആക്സിസ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ്, വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോള എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് -4ay എന്ന് വരും. എക്സ് സ്ക്വയർ ഈസ് -4ay. നൗ ഫോക്കസ് ഈസ് 0 - a ഈസ് ഈക്വൽ ടു 0 -1. therefore a ഈസ് ഈക്വൽ ടു 1. therefore x square ഈസ് ഈക്വൽ ടു -4 into 1 into y, that is x square is equal to -4y. Find the equation of the parabola which is symmetric about the y axis
and passing through the point 2 minus 3. The required parabola is symmetric about the y-axis and passing through the point 2 minus 3. ഈ പരാബോളയുടെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. The parabola passes through 2 minus 3 and we know that 2 minus 3 is a point in the fourth quadrant. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമായിട്ട് വരുന്നൊരു പോയിൻ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. എക്സ് പോസിറ്റീവ് 2ഉം വൈ നെഗറ്റീവ് 3യുമായിട്ട് വരുന്ന പരാബോള പോയിൻ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും വരിക. അത് ഞാൻ റഫായിട്ടൊന്ന് മാർക്ക് ചെയ്തു. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമായിട്ട് വരുന്ന പോയിൻ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. ദിസ് പരാബോള ഈ സിമിട്രിക് അബൌട്ട് ദ വൈ ആക്സിസ്. ഈ പരാബോള വൈ ആക്സിസിന് സിമിട്രിക് ആയതുകൊണ്ട് ഒന്നുകിൽ വൈ ആക്സിസിൽ നിന്ന് ഇങ്ങനെ മേളോട്ടായിരിക്കും, അല്ലെങ്കിൽ വൈ ആക്സിസിൽ കൂടെ ഇങ്ങനെ താഴോട്ടായിരിക്കാം. പക്ഷേ 2 മൈനസ് 3യിൽ കൂടെ പാസ് ചെയ്യേണ്ടതുകൊണ്ട് പരാബോള ഇങ്ങനെ താഴോട്ട് വരാനേ പറ്റുള്ളൂ. പരാബോള ഈസ് സിമിട്രിക് അബൌട്ട് ദ വൈ ആക്സിസ്. അപ്പോൾ ഇതിന് മേളോട്ടോ താഴോട്ടോ ആകാം. ബട്ട് അവർ പരാബോള പാസസ് ത്രൂ 2 മൈനസ് 3, അതുകൊണ്ട് പരാബോള ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദിസ് പരാബോള ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. ഈ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay എന്നുള്ളതാണ്. നമുക്ക് ഈ പരാബോളയ്ക്കകത്ത് ഈ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിൻസ് ദ പരാബോള പാസസ് ത്രൂ 2 മൈനസ് 3, എക്സിന് 2 എന്നും വൈക്ക് -3 എന്നും നമുക്ക് കൊടുക്കാം. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു എ ഇൻറ്റു -3, ദാറ്റ് ഈസ് 4 ഈസ് ഈക്വൽ ടു 12a ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 4/12, ദാറ്റ് ഈസ് 1/3. ഓക്കെ, പരാബോളയുടെ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിൽ എക്സിന് 2 എന്നും വൈക്ക് -3 എന്നും കൊടുത്തു. ഓക്കെ, എയുടെ വാല്യൂ 1/3 എന്ന് കിട്ടി. Therefore, the equation of the parabola is x square is equal to -4 into 1/3 into y. That is x square is equal to -4/3y.